എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും മതിയായവൻ. എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും മതിയായവൻ. എൻ്റെ ഭാരങ്ങൾ തൻ ചുമലിൽ വെച്ചു ഞാൻ ഇന്നു വിശ്രമിക്കും. ദുഃഖവേളയിലും പുതുഗീതങ്ങൾ ഞാൻ പാടി ആനന്ദിച്ചാശ്വസിക്കും. ദുഃഖവേളയിലും പുതുഗീതങ്ങൾ ഞാൻ പാടി ആനന്ദിച്ചാശ്വസിക്കും. എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും മതിയായവൻ. എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും മതിയായവൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, കരുണയുള്ള നാഥ, സ്വർഗസ്ഥ പിതാവേ, അതിമനോഹരമായ നല്ല ദിവസത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയ്ക്കും അനുഗ്രഹത്തിനും വേണ്ടി അടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുകയാ കർത്താവേ. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളുമായി കടന്നു വരുന്നു. ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്ന ഓരോ ജീവിതങ്ങളെയും ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനാ വിഷയത്തെ സമർപ്പിക്കട്ടെ. ഞങ്ങളുള്ളതുപോലെ കാണുന്ന ദൈവം അവിടുന്ന്, ഞങ്ങളുള്ളതുപോലെ അറിയാവുന്ന കർത്താവാ. ഞങ്ങൾ എവിടെ ആയിരുന്നാലും ഹല്ലേലൂയ, ഞങ്ങളുടെ ആവശ്യവും ആഗ്രഹം പറഞ്ഞ് ഞങ്ങളെ സഹായിക്കുന്ന ഒരു നല്ല സർവ്വശക്തൻ ഞങ്ങൾക്കുള്ളതോർത്ത് സ്തോത്രം ചെയ്യുക. നിന്റെ ഭാരം യഹോവയുടെ മേൽ ഇട്ടുകൊള്ളുക, അവൻ നിന്നെ പുലർത്താമെന്ന് വാക്ക് പറഞ്ഞുവെങ്കിൽ എൻ്റെ അപ്പൻ ഇന്ന് വരെ ഞങ്ങളെ പുലർത്തിയ ദൈവമാ. വീണ്ടും ഞങ്ങളെ കരം പിടിച്ച് നടത്തുവാൻ സർവ്വശക്തനും മനസ്സലിവും കരുണയുമുള്ള ദൈവമാകിയാൽ അപ്പൻ്റെ പാദപിടുത്തലായിരുന്നു അവിടുത്തെ മുഖത്തേക്ക് നോക്കുന്നത്. ഞങ്ങളെ നോക്കുമാറാകണമേ, ഞങ്ങളെ കേൾക്കുമാറാകണമേ, ഞങ്ങളുടെ വിഷയത്തിന് മേൽ പരിഹാരവുമായി ഇറങ്ങണമേ കർത്താവേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടിയുണ്ടത് നിശ്ചയമാ. ഞങ്ങളെ ഇന്നുവരെയും തള്ളിക്കളയാതെ, ഞങ്ങളെ ഇന്നുവരെയും ലജ്ജിപ്പിക്കാതെ എൻ്റെ കർത്താവ് ഞങ്ങളെ നടത്തിയതോർത്ത് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ദൈവം ഞങ്ങളുടെ സങ്കേതവും ബലവുമാ. കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരിക്കുകയാൽ എൻ്റെ കർത്താവ് ഞങ്ങൾക്ക് നല്ല തുണയായി കൂടുതലുള്ളവർക്ക് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളി, ദാനം തന്ന കുഞ്ഞുങ്ങൾ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി, അവരുടെ ജോലി, കർത്താവെ ഞങ്ങളുടെ കുടുംബജീവിതത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾ, ഹല്ലേലൂയ കർത്താവെ സ്തോത്രം. ഞങ്ങളുടെ ഉപജീവന മാർഗ്ഗം, ഞങ്ങൾ പാർക്കുന്ന ഭവനം, ഞങ്ങളായിരിക്കുന്ന ദേശം, എൻ്റെ കർത്താവെ ഞങ്ങളെല്ലാം അവിടുത്തെ പൊന്നുപാദപീഠത്തിൽ ഏൽപ്പിച്ചു തരിക. ഇന്നുവരെ ഞങ്ങളെ അത്ഭുത അതിശയമായി ആമേൻ ഓരോ നിമിഷവും നടത്തിയ ദൈവം അവിടുന്നാകിയാൽ, വീണ്ടും നടത്തുന്ന കർത്താവ് അവിടുന്നാകിയാൽ സ്തോത്രം. ഹല്ലേലൂയ കർത്താവേ. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ കാത്തോണേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണേ, വിദ്യാഭ്യാസം മാനിക്കപ്പെടട്ടെ, നന്നായി പഠിക്കട്ടെ കർത്താവേ. ദൈവപ്രായത്തിലും പ്രാർത്ഥനയിലും അവരായിരിക്കാൻ ഇടയാക്കണമേ. പഠിച്ച് പരീക്ഷ എഴുതി നല്ല മാർക്കോടെ പാസ്സാകുവാൻ സ്വർഗത്തിലെ അപ്പച്ചൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണം. ഡിഗ്രിക്ക് പഠിക്കുന്ന മക്കൾ, മറ്റ് വിവിധ കോഴ്സുകളിലായിരിക്കുന്നവർ, BSc നഴ്സിങ്ങിനും എഞ്ചിനീയറിങ്ങിനും മെഡിസിന് പഠിക്കുന്ന മക്കൾ, OIT IELTS പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, ജർമ്മൻ പഠിക്കുന്ന മക്കൾ കർത്താവേ, ഹാർഡിൻ്റെ പരീക്ഷയ്ക്കും മറ്റ് പരീക്ഷയ്ക്കും തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങൾ, പ്രത്യേകിച്ച് വിദേശ രാജ്യത്ത് കടന്നു പോകാൻ പ്രയത്നിക്കുന്ന കുഞ്ഞുങ്ങൾ, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത കുഞ്ഞുങ്ങൾ, മെഡിക്കലിനായി കാത്തിരിക്കുന്നവർ, മെഡിക്കൽ കഴിഞ്ഞു നിൽക്കുന്ന കുഞ്ഞുങ്ങൾ കർത്താവേ, എന്നിവരെ സഹായിക്കണേ. വിസ പ്രോസസ്സിംഗ് ഒക്കെ നടക്കട്ടെ കർത്താവേ. വിസ ആവശ്യമുള്ള അനേക പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ. അപ്പം നീ അത് ചെയ്യണമേ. തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യണമേ പാ. എല്ലാ വഴിയും വാതിലും അവർക്ക് മേൽ തുറക്കണമേ. നടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു പിതാവേ. വിദേശ രാജ്യത്ത് തൻ്റെ കുഞ്ഞുങ്ങളെ സഹായിപ്പാൻ എൻ്റെ അപ്പനല്ലാതെ മറ്റാരുമില്ല കർത്താവേ. പ്രവൃത്തിയിൽ ഭയങ്കരനെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് മനസ്സിനെ അവരുടെ വിഷയത്തിന് നടുവിൽ ഇറങ്ങണമേ. PR ലഭിക്കേണ്ട ജീവിതങ്ങളൊക്കെ ഉണ്ട്. ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാകേണ്ടവരുണ്ട് കർത്താവേ. ലൈസൻസ് ലഭിക്കേണ്ടവരുണ്ട് കർത്താവേ. നല്ല ജോലിയിൽ പ്രവേശിക്കേണ്ടവരുണ്ട് കർത്താവേ. നല്ല ശമ്പളം ലഭിക്കേണ്ട കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ. സമാധാനത്തിൽ ജോലി ചെയ്യേണ്ട ജീവിതങ്ങളുണ്ട് കർത്താവേ. ഭക്ഷിപ്പാൻ ആഹാരവും കിടക്കാൻ വേണ്ടുന്ന സൗകര്യങ്ങളും വേണ്ടിയവരുണ്ട് കർത്താവേ. പല നീറിപ്പോകുന്ന വേദനകളുടെ നടുവിൽ വലയുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ. ജോലി ചെയ്തിട്ട് ശമ്പളം ലഭിക്കാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ. എൻ്റെ സ്വർഗത്തിലെ ദൈവം അത്ഭുതം ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുകയാണ്. കരുണ കാണിക്കണമേ, മനസ്സലിയണേ അപ്പാ. ഹല്ലേലൂയ. എൻ്റെ ദൈവത്തിന് സ്തോത്രം. വിവാഹപ്രായമായി ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു. തക്ക തുണയൊരുക്കണം, അവരുടെ വിവാഹം നടക്കണം. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് തലമുറ കൊടുത്ത് അനുഗ്രഹിക്കണം. ഗർഭിണികളായിരിക്കുന്ന മക്കളെ ഉള്ളം കരുത്തിൽ വഹിച്ചു കൊള്ളുമാറാകണം. യാത്ര പോകുന്ന എല്ലാ മക്കളെയും സുരക്ഷിതമായി കൊണ്ട് നിർത്തിക്കുമാറാകണം. ഓരോരുത്തരുടെ യാത്രയിൽ കർത്താവ് കൂടെ വേണം. ഓരോ വാഹനത്തെയും കർത്താവ് നിയന്ത്രിച്ചു കൊള്ളുമാറാകണം. വാഹനമോടിക്കുന്ന എല്ലാ മക്കളെയും തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്ന കർത്താവ്.
ദൈവമായ കർത്താവെ, പുതുവയസ്സിൽ പ്രവേശിച്ച മക്കളെ, കുടുംബജീവിതത്തിൽ പ്രവേശിച്ച മക്കളെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. പുതിയ നന്മകളും അനുഗ്രഹങ്ങളും സന്തോഷങ്ങളും സമാധാനങ്ങളും സൗഖ്യങ്ങളും സമൃദ്ധികളും കൊടുത്ത് ഏറിയ കൃപയിൽ തൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ നയിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ കർത്താവെ, ജോലിയില്ലാതെ ഭാരപ്പെടുന്ന ഞങ്ങളുടെ ഓരോ മക്കളെയും അടിയനോട് ജോലിയായി ആവശ്യമായിട്ട് കർത്താവെ പ്രാർത്ഥിക്കാൻ അപേക്ഷിച്ച ജീവിതങ്ങളെയും അവിടുത്തെ തൃക്കാര്യങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെയും അങ്ങ് അറിയുന്ന ദൈവമാണ്. എൻ്റെ ദൈവം അവിടുന്ന് തൻ്റെ മക്കൾക്ക് വേണ്ടി അത്ഭുത വഴികളെ തുറന്നു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം, സ്തോത്രം കർത്താവെ, സ്തോത്രം. ദൈവമായ കർത്താവെ, ഈ സമയം ഞങ്ങളുടെ രോഗികളുമായി തിരുമുൻപാകെ കടന്നു വരുന്നു. ഭവനങ്ങളിലും ആശുപത്രി മുറികളിലും അയ്യം വിളിക്കുന്ന ജീവിതങ്ങളുണ്ട്. ഐസിയിലും സിസിയിലും വെന്റിലേറ്ററിലും കിടക്കുന്നവരുണ്ട്. ഓപ്പറേഷൻ വിധേയപ്പെട്ട് കിടക്കുന്നവരുണ്ട്. ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്നവരുണ്ട്. ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിൽ വന്നും കുഴപ്പമുള്ളവർ, തൈറോയിഡുള്ളവർ, ആസ്മയുള്ളവർ, അലർജി ഉള്ളവർ, ദുഃഖസംബന്ധമായ പല രോഗങ്ങളുള്ളവർ, ശരീരമാസകലം പുകച്ചിലിനാൽ ഭാരപ്പെടുന്നവർ, എൻ്റെ കർത്താവ് പനിയാൽ ചുമയാൽ വിമിഷ്ടത്താൽ ഭാരപ്പെടുന്നവർ, എൻ്റെ കർത്താവ് ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവർ, യൂറിക് ആസിഡും ക്രിയാറ്റിനും ഉള്ളവർ, തൈറോയിഡുള്ളവർ, ഹല്ലേലൂയ, എൻ്റെ കർത്താവെ നിൻ്റെ കാര്യങ്ങളിൽ സമർപ്പിച്ച് തരികയാണ്. എൻ്റെ ദൈവമായ കർത്താവ് എല്ലാത്തിനും മരുന്നും വൈദ്യനുമാണ്. ആമേൻ. തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ അത്ഭുതത്തിൻ്റെ കാര്യം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൈകാൽക്ക് ചലനമില്ലാത്തവരുണ്ട് കർത്താവേ, ഉറക്കമില്ലാത്തവരുണ്ട് കർത്താവേ, തലമുടി മുഴുവൻ കൊഴിഞ്ഞു പോകുന്ന ജീവിതങ്ങളുണ്ട് കർത്താവേ. ആമേൻ. മുട്ടിൻ്റെ വേദനയും നടുവിൻ്റെ വേദനയും ഉള്ളവരുണ്ട് കർത്താവേ, പുറത്ത് വേദനയാൽ ഭാരമുള്ളവർ, കൈകാൽക്ക് പെരുപ്പ ഭാരം അനുഭവപ്പെടുന്നവർ കർത്താവേ, എൻ്റെ ദൈവമായ കർത്താവ്, മാനസികമായ വിഭ്രാന്തിൽ കൂടി കടന്നു പോകുന്നവർ, ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങൾ കർത്താവേ, സ്തോത്രം. എൻ്റെ ദൈവമായ കർത്താവേ, എല്ലാ മക്കളെയും തൊട്ട് സുഖപ്പെടുത്തി എല്ലാ സൗഖ്യവും ഓരോരുത്തർക്കും കൊടുത്ത് എൻ്റെ കർത്താവ് കാത്തുകൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഉദരസംബന്ധമായ പല രോഗങ്ങളുള്ളവരുണ്ട് കർത്താവേ, തലയ്ക്കകത്ത് വേദനയാൽ ഭാരമുള്ളവരുണ്ട് കർത്താവേ, ഫിക്സ് രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട് അപ്പാ, കാഴ്ചയില്ലാത്തവർ, കേൾവിയില്ലാത്തവർ, ഓർമ്മയില്ലാത്തവരുണ്ട് കർത്താവേ, സ്തോത്രം അപ്പാ. എൻ്റെ സ്വർഗത്തിലെ അപ്പച്ചനും ഓരോ മക്കളെയും തൊട്ട് സുഖപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങാണ് മരുന്ന്, അങ്ങാണ് വൈദ്യന്. അങ്ങ് തൊട്ടൊരു നാളും ലജിച്ചു പോയിട്ടില്ല. എൻ്റെ അപ്പൻ്റെ സൗഖ്യം അവരിലേക്ക് പ്രവഹിക്കും. എൻ്റെ കർത്താവ് ഓരോ മക്കളെയും തൊട്ട് സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ കർത്താവേ. വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവം തൻ്റെ മക്കൾക്ക് ആമേൻ മുൻപോട്ട് ജീവിക്കാനുള്ള ദൈവകൃപ കൊടുത്ത് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവേ, ദൂരത്തും ചാരത്തുമായിരിക്കുന്ന എല്ലാവരെയും ചേർത്ത് വയ്ക്കുന്ന കർത്താവേ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും നീറിപ്പകുന്ന വേദനകളുടെ നടുവിൽ സ്വർഗ്ഗം ഇറങ്ങണമേ. ആവശ്യങ്ങളുടെ നടുവിൽ സ്വർഗ്ഗം ഇറങ്ങണേ. അത്ഭുതങ്ങളെ ചെയ്ത ഓരോ മക്കളെയും മാനിക്കുമാറാകണമേ. ദൈവനാമം മഹത്വീകരിപ്പാൻ സഹായിക്കുമാറാകണമേ കർത്താവേ. ഹല്ലേലൂയ. മുൻപും പിൻപീടും പല ദൂതന്മാരാൽ ഞങ്ങളെ ഓരോരുത്തരെയും കാവൽ ചെയ്യുമാറാകണം. ആപത്തിൽ നിന്ന്, അപകടത്തിൽ നിന്ന്, രോഗദുഃഖാദി പകർച്ചവ്യാധി മരണത്തിനേൽപ്പിക്കാതെ സൂക്ഷിക്കുമാറാകണം. ഞങ്ങളുടെ ദേശത്തോടും അനുസരിക്കണമേ. ഞങ്ങളുടെ അനാഥരോടും വിധവകളോടും കരുണ കാണിക്കണമേ കർത്താവേ. ഞങ്ങളുടെ പൈതങ്ങളെ വളർത്തിത്തരണമേ. ഞങ്ങളുടെ യുവതിയുവാക്കന്മാരെ കാത്തുകൊള്ളണമേ. അരുതാർത്ഥത്തിലൊന്നും അകപ്പെട്ടു പോകാൻ അനുവദിക്കരുത്. മദ്യത്തിലും മയക്കുമരുന്നിൽ ലഹരിക്ക് അടിമപ്പെട്ട് കഴിയുന്ന ജീവിതങ്ങളെ കർത്താവ് രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ ചൊല്ലി നിലവിളിക്കുന്ന മാതാപിതാക്കൾ, സഹോദരിമാർ, കുഞ്ഞുങ്ങൾ, അവരുടെ കണ്ണുനീരിൻ്റെ ശബ്ദം അവരുടെ കണ്ണുനീരിനെ തുടയ്ക്കണമേ. അവരുടെ നിലവിളിയുടെ ശബ്ദം കേൾക്കണമേ ദൈവമേ. മാനസാന്തരപ്പെടുത്തിയ മതിയാകും കർത്താവേ. എൻ്റെ സ്വർഗം സഹായിച്ചേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കുടുംബജീവിതത്തിൽ സമാധാനം അനുഭവിക്കാത്ത അനേക ജീവിതങ്ങളുണ്ട് കർത്താവേ. അവർ സ്വസ്ഥമായി ഒന്ന് കിടന്നുറങ്ങട്ടെ. അവർ സമാധാനത്തിൽ ആഹാരം കഴിക്കട്ടെ കർത്താവേ. അവരുടെ വേദനാജനകമായ ഈ അവസ്ഥയിൽ എൻ്റെ സ്വർഗം ഇറങ്ങി പ്രവർത്തിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ കർത്താവേ, നന്ദിയോടെ സ്തോത്രം. കുടുംബജീവിതം നയിക്കുന്ന ഓരോ മക്കളെയും കർത്താവ് സന്തോഷത്തിൽ കാത്തുകൊള്ളണമേ കർത്താവേ. ആമേൻ. ഹല്ലേലൂയ കർത്താവ്. എല്ലാ പ്രാർത്ഥന വിഷയം തമ്പുരാൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും നിങ്ങൾക്ക് ഓരോരുത്തർക്കും തന്നെ നിങ്ങളെ കാത്തുകൊള്ളുമാറാകണം. എല്ലാം അപ്പച്ചൻ്റെ പാദപീഠത്തിൽ ഏൽപ്പിക്കുകയാണ്. നന്ദിയുള്ള ഹൃദയം ഞങ്ങൾക്ക് തരണമേ. സ്തോത്രം ചെയ്യാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥനയെ കേട്ട ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം.